ഏതവനാ? എന്റെ മൊബൈൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്റെ നമ്പറിന് ഫോൺ വിളിച്ചാൽ മതി. നീ തലയില് പച്ചമുട്ട അടിച്ചില്ലേ, അവന്റെ ആളായിരിക്കും. എന്റെ സ്ഥലം ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് ആ സ്ഥലം മാത്രം എന്റെ അടുത്ത് ചോദിക്കല്ലേ. ഇത് പിടിക്ക. ആ പത്രം തട. ഇത് നീ എഴുതിയ വിൽപത്ര വായിക്കാൻ കേട്ടോ. റായപ്പൻ എന്ന ഞാൻ ഈ കേബിൾ ബാബുവിന്റെ പക്കൽ നിന്ന് ഒരു വലിയ തുക കടമായി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ള കഴിവില്ല. സുബു, ഈ കഴിവില്ല എന്ന് വെച്ചാ എന്താ? ത്രാണില്ല എന്നർത്ഥം. എന്നെ കൊണ്ട് കഴിയില്ല. സൂപ്പർ, കറക്റ്റ്. താങ്ക് യു വെരി മച്ച്. ആ കവറിങ് വണ്ടിക്കകത്ത് ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതെടുത്തോണ്ട് വന്നേ. ആ പോയിട്ട്. അല്ല ബാബു, കുറെ ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുക. എന്താ? ഈ കാലില്ലാത്ത കന്നാലിയെ താനെന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അവന്റെ കാലെടുത്ത് തന്നെ ഞാനാ. കുറച്ചു നാള് മുമ്പ് ഇവനെന്റെ ശത്രുവായിരുന്നു. എനിക്കിട്ടെന്നെ പണിയാൻ നോക്കി. അതിന് ഞാൻ തിരിച്ചു പണിത് കാല് വെട്ടിക്കളഞ്ഞു. ഇതാണോ?
സുബു, ശത്രുക്കളെ ഒരിക്കലും അകറ്റി നിർത്തരുത്, അടുത്ത് നിർത്തണം. അതാണ് നല്ലത്, അല്ലേ? അല്ലേ ബിപി? വീട് ചേട്ടാ പഴയല്ല എന്തിനാ പറഞ്ഞത്? ദാ, ഇത് നോക്ക്. എന്താ ഇത്? ലക്ഷ്മിപുരം ഏരിയയില് എയർപോർട്ട് വരുന്നുണ്ട്. ആ? ആ ഇപ്പൊ നമ്മളൊരു സ്ഥലം ഇവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നീട് നല്ല വിലയ്ക്ക് കൊടുക്കാം. സൂപ്പർ. താൻ പറഞ്ഞ പിന്നെന്താ. ബട്ട് ഈ സ്ഥലം വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ അനിയനാണ് കറക്റ്റ്. ഒരു മിനിറ്റ്. ചേട്ടാ, ചേട്ടൻ വിളിക്കുന്നു. എവിടാ? വെളിയിലോട്ട് വന്നാ അണ്ണാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വേഗം ഇങ്ങോട്ട് വാ. അണ്ണാ ഞാൻ വരാൻ ഒരാഴ്ചയാവും. ശരി. ബാബു ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ? ഏതാ പറയാൻ പറയുന്നത്? അടി വാങ്ങിച്ചതാ? അവനെ ഞാൻ ചുമ്മാ വിടത്തില്ല. അവൻ ആരാന്ന് അന്വേഷിച്ചോ? ആ, അവൻ്റെ പേര് സൂര്യ. അവനൊരു ലോക്കലാണ്. റോട്ടിലെ തട്ടുകടയിൽ ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ള ആരോട് ചോദിച്ചാലും അവനൊരു തരികിടയാണെന്നാണ് പറയുന്നത്. ലോക്കൽ ഡാൻസറാണെന്നേ. അവന് ഒരുപാട് ഫാൻസ് ഉണ്ടത്രേ. അവൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ വരുത്രേ. അവന് തൊട്ടുപോകരുത്, അവനൊരു ഹൈ വോൾട്ടേജ് പവർ എന്നാണ് പറയുന്നത്. നമ്മുടെ പിള്ളേര് അവിടെ പോയി നിന്നാ തന്നെ പേടിച്ച് സലാം ഇട്ടിട്ട് തന്നോട്ട് പോവും. അവൻ തന്നെ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ കടക്ക് തീ കൊളുത്തിയത്. വലിയ വീട്ടിൽ രാജ്യം ഏതാടാ ഈ രാജു? രാജുവിനെ അറിയില്ല ചേട്ടാ? അറിയാത്തോണ്ടല്ലേ ചോദിച്ചേ. ആരാടാ അവൻ? എന്താണ് ചേട്ടാ വലിയ വീട്ടിൽ രാജുവിനെ അറിയില്ല നമുക്ക്? തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അറിയാത്തോണ്ടല്ലേ ചോദിക്കുന്നത്. അവൻ മിനിസ്റ്റർ അതോ വലിയ ഫിലിം സ്റ്റാർ? അതിനും മേലെയാണ്. ഈ സ്ഥലങ്ങളെല്ലാം വലിയ വിട്ട് രാജു ധർമ്മമായിട്ട് കൊടുത്തതാണ്. അവരെ എല്ലാവരും കലിയുഗ കർണൻ എന്നാണ് വിളിക്കാറ്. കലിയുഗ കർണനോ? എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇതൊക്കെ ഓരോരുത്തന്മാരുടെ രാഷ്ട്രീയത്തിലേക്ക് അടക്കാനുള്ള കളികളല്ലേ? പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ വരാനൊന്നും താല്പര്യമില്ല ചേട്ടാ. പക്ഷെ പുള്ളി ഉള്ളത് മറ്റുള്ളവർക്കൊരു ബലമായിരിക്കും. പുള്ളിയുടെ സപ്പോർട്ട് എല്ലാവർക്കും ആവശ്യമാണ്. ജയിച്ചതിന് ശേഷം പറഞ്ഞു ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ പിന്തുണയോടെ ആ പദവിയിൽ നിന്ന് പുള്ളി അങ്ങ് എടുത്തു. എനിക്ക് രാജുവിനെ ഇപ്പൊ തന്നെ കാണണം. വേണ്ട ചേട്ടാ, അത് നമ്മൾ തന്നെ ആപത്ത് തേടിപ്പോകുന്ന പോലെയാണ്. ഈ ആപത്ത് അവനെ അന്വേഷിച്ച് പോവുക. നിനക്ക് കത്തിയോടാ. ഇന്ന് തൊട്ട് രാജുവിന് ഞാൻ ഡിസ്കോ ഡാൻസ് പഠിപ്പിക്കും. എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ആനന്ദപുരത്തിലുള്ള 20 ഏക്കർ സ്ഥലം ഒരു ഹോസ്പിറ്റൽ കെട്ടാനായിട്ട് സ്നേഹദാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇങ്ങനെ ദാനം കൊടുക്കുന്നത്, ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പറയുന്നതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലേ എന്നൊക്കെ. ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് അത് പാത്തും പതുങ്ങിയും ആരും അറിയാത്ത രീതിയിൽ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു നാട് മുഴുവൻ അറിയുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് അടുത്തുള്ളവനൊരു പ്രചോദനം കൂടി ആയിരിക്കണം. അടുത്തതായിട്ട് വലിയ വീട്ടിലെ മകൻ കൃഷ്ണ സംസാരിക്കാൻ പോകുന്നു. ചേട്ടാ, അബദ്ധത്തിൽ പോലും രാജു എന്നുള്ള പേര് പറയണ്ട. ജനങ്ങളുടെ കാതിൽ വീണാൽ അവർ നമ്മളെ കൊന്നുകളെ. അദ്ദേഹത്തിന് മുന്നിൽ സംസാരിക്കാൻ എനിക്കത്ര ധൈര്യം പോരാ. പക്ഷെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹമാണ് ദൈവം. അദ്ദേഹം പോകുന്ന വഴി കൂടെ നമുക്കെല്ലാവർക്കും പോകാം. വലിയ ലീഡറാണല്ലേ? എല്ലാരും പോയി കാല് വീഴാണല്ലോ. രാമ, പോകുമ്പോ നല്ല ഏതെങ്കിലും ഹോട്ടൽ നോക്കി നിർത്തണേ. എന്താ ചേട്ടാ, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? വലിയ വീട്ടിലെ സമാധിയാണത്. ജനങ്ങളിത് അമ്പലം എന്ന് കരുതി പൂജിക്കുന്ന സ്ഥലമാണ് ഇത്. ഇത് അമ്പലമാണോ? ശവം അടക്കിയിരിക്കുന്ന സ്ഥലം നിനക്കൊക്കെ അമ്പലമാണല്ലേ? എന്റെ വായിന്ന് പോലും കേൾക്കണ്ട. ഇങ്ങോട്ടോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഇനി നീ കണ്ടോ? പോത്തെ സാധനം എടുത്തോടാ. ഈ അമ്പലത്തിൽ ഇവിടെ വെച്ച് ഞാൻ കള്ളു കുടിക്കാൻ പോടാ.
അവരെന്തൊലത്തുവെന്ന ഒന്ന് കാണട്ടെ. അവരൊലത്താനൊന്നും പോകുന്നില്ല, പക്ഷെ നിങ്ങളെ വെട്ടിക്കൊല്ലത്തേ ഉള്ളൂ. അവരെന്ത് വെട്ടി കൈ തരുമെന്ന് നോക്കാം. ഇവിടെ വെച്ചെന്നെ ഞാൻ കുടിക്കാം. എല്ലാത്തിലും ഒരു പുതുമ വേണ്ടേ, എന്നാലല്ലേ ഒരു രസം ഉണ്ടാവും. ഡാൻസ് 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 കളിക്കേ. ശരി ചേട്ടാ. ബാബുണ്ണ, ഞാൻ പോയി രാജുവിനെ വിളിച്ചോണ്ട് വരാ. ചെല്ലടാ, ആളെ പോയി അടിച്ചു ചെല്ലടാ. കളിക്കേ കളിക്കേ കളിക്കേ. സൂപ്പർ. ഏയ്, ഇവിടെ ആരാടാ രാജു? ഞങ്ങളുടെ ബാബുണ്ണ വിളിക്കുവാ, വാ. എന്താണ്, ആരാടാ അടിച്ചേ? അണ്ണാ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോയി വിളിച്ചു. തോളി കൈയിട്ട് സ്നേഹമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. എന്നാ നടന്നൊന്നും അറിയില്ല, ഞാൻ പറന്നുപോയി വീണ്. ഒന്ന് നിർത്തിയേ, എന്തൊക്കെയാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? സ്വാമി, ദൈവം എപ്പോഴാ വരാന്നൊന്ന് പറഞ്ഞേ. വരണം, വല്ല വീട്ടിൽ രാജു. താനാണ് ഇവിടുത്തെ ദൈവം. ഈ നാട്ടിൽ 1 ഇഞ്ച് സ്ഥലം വാങ്ങിക്കാൻ കഴിയില്ലെന്ന് നീ എന്റെ പിള്ളേരോട് പറഞ്ഞത്രേ. എന്നെ കുറിച്ച് തനിക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ നാട്ടിലെ അല്ല, തന്റെ സ്ഥലം ചേർത്ത് ഞാൻ മേടിക്കും. കാണോടാ, എന്നെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടാവും. ബാബു, കേബിൾ ബാബു. ചവിട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞ നീ ആരാണെങ്കിലും എനിക്കെന്താടാ? എന്റെ ലൈഫിൽ ഇതുവരെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. എന്നെ പറ്റി നിനക്കൊരു പക്ഷെ കേട്ടറിവുണ്ടാവും, നേരിൽ കണ്ടു കാണത്തില്ല. കണ്ടിട്ടും ഒരു പക്ഷെ അഹങ്കാരം കാണിക്കുന്നവന്റെ കൈയും കാലും മാത്രമല്ല, ശരീരത്തിലെ ഓരോ അംശവും വെട്ടിനുറുക്കി ദൂരം കളയും. എന്നേക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ അറിയാൻ മേലാത്ത നിന്നെ പോലുള്ള നാറികൾക്ക് നിന്റെ കാല് മാത്രമല്ലടാ, നിന്റെ ഒരു നേരിയ നിഴല് പോലും ഈ ഭൂമിയിൽ പതിയാൻ പാടില്ല. ഇപ്പൊ കണ്ടില്ലേ, അങ്ങേര് വളരെ മോശക്കാരനാണ്. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. അമ്മ സത്യമായിട്ട് ഞാൻ ആരോടും പറയാൻ പോകില്ല. നിങ്ങൾക്കുള്ള അന്തസ്സും എനിക്കുള്ള അന്തസ്സും ഒന്നല്ലേ. കളയരുത്. എന്താ ഇത്? ഞാൻ ഭഗവാനെ ചാർത്താൻ വേണ്ടി കൊണ്ടുവന്ന ചന്ദനമാല എന്തിനാ എന്റെ ഭർത്താവിന്റെ ഫോട്ടോയിൽ തൂക്കിയത്? ആരാ ഇത് ചെയ്തത്? അത് ആരും അറിയാതെ ഇട്ടിരിക്കുന്നതാ. എപ്പോഴും ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുക്കടാതെ. ഇപ്പൊ തന്നെ എടുത്തേക്കാം. രാജു, ഇവരെല്ലാവരും നിന്റെ അമ്മാവ് മരിച്ചു എന്ന് പറഞ്ഞ ദിവസവും പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ ഉള്ളപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ നടക്കുമോ? ഡോക്ടറെ, ഇതെല്ലാം കാണുമ്പോഴാണ് എനിക്ക്. സാറ് വിഷമിക്കരുത്. ഇതിനു മുമ്പുള്ളതേക്കാൾ മാഡം ഇപ്പോൾ എത്രയോ ബെറ്ററാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ചെയ്താലും വളരെ നന്നായി. ഫോറിനിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. അവർക്ക് വളരെ അത്യാവശ്യം കിട്ടേണ്ടത് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ്. അതിപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് ഭേദമാകും. പല്ല് മനുഷ്യന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന് 32 പല്ലുണ്ടാവും. ഇതിനെയാണ് കടപ്പല്ല് എന്ന് പറയാ. പിന്നെ ഇത് എല്ലാവരും ഇതൊന്ന് നോക്കൂ. ഇത് വന്ന് മതിയടാ, ഇങ്ങോട്ട് നോക്ക്. ഓക്കെ ഓപ്പൺ യുവർ മൗത്ത്. 2 കടപ്പല്ല് വീണുണ്ട്. പല്ലല്ലാതെ വേറെ വല്ലതും വീക്കാണ്ടൊന്ന് നോക്കിയേ. ഓക്കെ സാർ. നിക്ക്, പല്ല് ഞങ്ങളുടെ കയ്യിലുണ്ട്. നിക്ക്, എടുക്ക്. ഏത് ചേട്ടാ? ഞാൻ തന്നില്ലടാ പല്ല്. ഒരു മിനിറ്റ് ഞാൻ എടുത്തുതരാം. എന്താടാ? ഒരു നിമിഷം ചേട്ടാ. എന്താടാ? ഇല്ലേ? ഞാൻ നോക്കട്ടെ. എന്റെ പല്ല് നീ തന്നില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ. നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ പല്ല് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ പല്ല് വെച്ച് ഫിറ്റ് ചെയ്യാം. ഗോൾഡോ പ്ലാറ്റിനോ എന്ത് വേണച്ചാ ഫിക്സ് ചെയ്തേക്ക്. എന്ത്?
മനുഷ്യന് പല്ല് എത്ര കാലം ഉണ്ടാവും? ആ കടപ്പല്ല് 65 വയസ്സിൽ നിന്ന് 75 വയസ്സ് വരെ ഉണ്ടാവും. ചിലർക്ക് മരിക്കുന്നവരുണ്ടാവും ബാബു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്നെ തല്ലി. ടെൻഷനാണ് ബാബു. എന്താ കാര്യം? പറ. ജനങ്ങളുടെ ബാബു, മുമ്പിൽ വെച്ച് പറയുന്നതൊക്കെ നീ ഒന്ന് ശാന്തമായിട്ടിരിക്ക്. ഊരി അവന്റെ കാര്യം എന്താ വെച്ചാ പറ. കരണത്തടിക്കണം. ബാബു, നീ വെറുതെ അങ്ങനെ ടെൻഷനാവല്ലേ? ഇല്ലാതാകണം, ചാവണം. സുബ്ബു, ചാകുന്നവരെ മറക്കാൻ പാടില്ലാത്തത് അവൻ എന്നോട് ചെയ്തത്. ചേട്ടാ, എന്താ പല്ല് ചേട്ടാ? എന്നാ ചേട്ടാ? പോക്കറ്റിലിട്ടോ. ഒരു മിനിറ്റ്, നിങ്ങൾ എപ്പോ കാണിക്കാം. എടാ പീപ്പി, ഒരിക്കൽ കൊഴിഞ്ഞ പല്ല് പിന്നെ ഉപയോഗിക്കാൻ പറ്റടാ വീട്ടി. ഒന്ന് ഗസ് ചെയ്തേ, ഞാൻ എന്തുകൊണ്ടാ ഇത്ര ഹാപ്പി ആയിരിക്കുന്നെന്ന്? നീ തന്നെ പറയാ മോളെ. നാടകത്തിലെ ഞാനാണ് മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത്. ഗുഡ്. ഞാൻ ഡയലോഗ്സ് എത്ര ഫാസ്റ്റ് ആയിട്ടാണെന്നറിയോ പറയുന്നത്. അച്ഛനൊരു ഷോ കണ്ടേ പറ്റൂ, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ എവിടെയെങ്കിലും ഞാൻ വന്നിട്ടുണ്ടാവും മോളെ. നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം കേട്ടോ. എന്നോട് സംസാരിക്കണ്ട, എനിക്ക് പിണക്കുവാ. ഓക്കോ മോളെ നിഷേ, അച്ഛൻ വരുന്നില്ല പോലും. നിന്റെ അച്ഛൻ നിന്റെ ഡ്രാമ കാണുകയാണെങ്കിലേ പിന്നെ ആസ്വാദന ശക്തിയേ ഇല്ലാതാകും. ആദ്യം നീ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യ്, എന്നിട്ട് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യാം. എടി, എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? ഞാൻ ഡയലോഗ്സ് പറയട്ടെ. പറയൂ നോക്കട്ടെ. നിഷ ഗാങ് ഇങ്ങോട്ട് വന്നേ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ നീ. ഡയലോഗ് ഒക്കെ വളരെ ഈസിയാണ്. എല്ലാറ്റിനും തന്നെ ഇവിടെ 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 എന്ന് ചേർത്താൽ മതി. എന്ത്? അതൊക്കെ ഗ്രാമത്തിലെ ഭാഷയാണ്. ഓ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ പെർഫോമൻസ് കണ്ടിട്ടേ നിങ്ങൾ എല്ലാവരും ഞെട്ടാൻ പോവാ. എന്റെ പേര് നിഷ എന്നാ. ഞാൻ തലശ്ശേരിയുടെ അടുത്ത്, അത് ഏതാ സ്ഥലം? ഗന്ധർവക്കോട്ട. ഹലോ നിഷ, ഞാൻ എന്താ പറയണ, നീ എന്താ കാണിച്ചു കൂട്ടുന്നേ? ഈ സീൻ എന്താണെന്നറിയോ? നീ ഒരു മോശമായ സ്ഥലത്ത് വന്ന് ഇങ്ങനെ പെട്ടിരിക്കുക. ഈ സീൻ മുഴുവനും നിനക്കൊരു ശോകമുണ്ടാവണം. സർ, വിഷമൊക്കെ ഉണ്ട്, പക്ഷേ I don't know, I mean how to. അപ്പൊ എല്ലാം അകത്തുണ്ട്, പുറത്തേക്ക് വരുന്നില്ല, അതല്ല കാര്യം. അതാ ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ റോൾ. കണ്ടിന്യൂ ചെയ്യ്. ഓക്കേ സർ. ഏയ്, എന്താ നിന്റെ പേര്? എന്റെ പേര് നിഷ. ഞാൻ തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എന്താ കുട്ടി രണ്ടുപേരല്ലേ കഴിക്കണേ? ഐ എം സോറി സർ, ബട്ട് എനിക്ക് ഭക്ഷണം കൈകൊണ്ട് കഴിച്ച ശീലമല്ല. അതേ കിടക്കുന്നു ഇവിടെ. പാവപ്പെട്ടവരെന്ന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഭക്ഷണത്തിന് തീരെ വകയില്ലാത്തവരെ ഭക്ഷണം കണ്ടാലുടനെ ഇങ്ങനെ കയ്യിലെടുത്തേ അത് ഒരേ അടിയിൽ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിടും. അതാണ് സത്യം. എന്താ ഈ മുഖം കൊണ്ട് ഘോഷി കാണിക്കുന്നത്? ഇതാണ് നിന്റെ ഭാവമെങ്കിൽ നീ കരയാണെന്ന് ഒരു കുഞ്ഞു പോലും പറയില്ല. ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ നീ ഒരു പ്രാവശ്യമെങ്കിലും മുകളിലേക്ക് നോക്കി ആകാശം കണ്ടിട്ടുണ്ടോ? വൈ സർ, എന്തിനാ ആകാശം കാണുന്നത്? കാണണം, എല്ലാം കണ്ട് അനുഭവിക്കണം. വെറുതെ മൊബൈലിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ലോകം അനുഭവിക്കണം. ഇതെല്ലാം നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യേ. പോയിച്ചത് വായിക്കേ. നിങ്ങൾ എന്ത് സ്റ്റുഡൻസ് ആണെങ്കിലും പോലീസ് വേഷം അണിഞ്ഞ ഒരു ഗാംഭീര്യത്വമൊക്കെ വേണം. എന്നെ തന്നെ നാണം കെടുത്താണല്ലേ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ അബ്സർവ് ചെയ്തോളാം. എൻ്റെ പേര് ഉഷ. എൻ്റെ നാട് തലശ്ശേരി. തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഒരു ബിയർ തരാം. എനിത്തിങ്. ഒരു 75 രൂപ എടുത്തേ. കൊണ്ടാ. എന്താ മോളെ, കയ്യിൽ കാശില്ലേ? സാരല്ലേ, വിട്. അവർക്കൊരു 3 ബീർ കൊടുക്ക. വേണ്ട വേണ്ട, സാരില്ല, വാങ്ങിക്കോ. നാണിക്കാതെ കുടിക്കുന്നേ. താങ്ക്സ്. നിന്റെ റേറ്റ് എത്രയാ? കടാ, എന്താ അത്ര ധൃതി? ഞാൻ റേറ്റ് സംസാരിച്ചോണ്ടിരിക്കുക. ഇല്ലാത്തവനെ അവള് ഓടിയടാ. വണ്ടിയെടുക്ക. എടാ മച്ചാനെ, വണ്ടിയെടുക്ക. എന്താ കുട്ടിയത്? ഒന്ന് നോക്കി പൊയ്ക്കൂടെ? സോറി. ശരി പോ.
ഹലോ, കോഴീനെ കയ്യിലാക്കി ഫുഡ് സ്ട്രീറ്റില്ലേ, അങ്ങോട്ടേക്ക് വാ. ഓടുകയാണ് ഇപ്പൊ ഓട് നോക്കട്ടെ. തരത്തന്നെ ഇങ്ങോട്ടൊന്ന്, ഇങ്ങോട്ട് വാ. എന്താ പ്രശ്നം? എടീ കേട്ടോ, ഞങ്ങൾ 6 പേരേ ഉള്ളൂ. എക്സ്ട്രാ ഒന്നും തരില്ല, കാശ് ശരിക്ക് തന്നേക്കും. നിനക്ക് എന്ത് വേണമെങ്കിലും കൊടുച്ചോ. ഇവനാരാടി, നിന്റെ ബ്രോക്കറാണോ? ആ, അവളുടെ റേറ്റ് എന്താന്ന് പറയടാ. ഇത് പിടിക്ക്. എടി, ഇതുകൊണ്ട് പിടിക്കാനാ പറഞ്ഞത്. പിടിക്ക്. ഈ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിന്റെ നാടെവിടെയാ? എന്താ പേര്? എന്റെ പേര് ഉഷാന്ന. നാട് തലശ്ശേരിക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. എന്റെ അമ്മയുടെ സ്വന്തം അനിയൻ നീലകണ്ഠൻ അങ്ങയുടെ ക്ലോസ് ഫ്രണ്ട് ചന്ദ്രനും ചേർന്ന് എനിക്കൊരു ജോലി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. അതിനുശേഷം ആണുങ്ങളുള്ള സ്ഥലം നോക്കി എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിട്ടു. അവിടെയാണെങ്കിലോ രാത്രി സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ വരുന്നത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, ഇരുന്ന് വെള്ളമൊക്കെ അടിക്കും. അതിനുശേഷം എന്നോട് മോശമായിട്ട് പെരുമാറും. ഒരിക്കലും പെണ്ണായിട്ട് ജനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ധൈര്യമായിട്ടിരുന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് ആ സ്ഥലം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. മര്യാദയ്ക്ക് ഒരിടത്ത് നിന്ന് പറ. നീ എന്താ ഡ്രാമ കളിക്കാണ്? എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളെ പോലവർക്ക് തമാശയായിട്ടാണല്ലോ തോന്നുന്നത്. മണമടിക്കുന്നുണ്ടല്ലോ, നീ കുടിച്ചിട്ടുണ്ടോ? അത് പിന്നെ റൗഡികളൊക്കെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് എന്റെ മേത്ത് ഒഴിച്ചിട്ട് പോയതാണ്. നിന്റെ ആട്ടം കണ്ടപ്പോഴേ തോന്നി നീ രണ്ടെണ്ണം അടിച്ചിട്ടാ വന്നിരിക്കുന്നതല്ലേ. പാവങ്ങളെ നിങ്ങള് ഇത്രയ്ക്ക് തരം താഴ്ത്തിയാണല്ലോ കാണുന്നത്. ഓ, അങ്ങനെയൊന്നും അല്ല, നിന്റെ ആട്ടം കണ്ടപ്പോ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. നീ ബാക്കി പറ. ചോദിക്ക. അയ്യോ പറയേ. എന്റെ പേര് ഉഷാന്ന. ഞാൻ വരുന്നത് തലശ്ശേരിക്കടുത്തുള്ള. അതൊക്കെ ഞാൻ കേട്ടതാ, നീ ബാക്കി പറയേ. പിന്നെന്താ നടന്നേ? അതിനുശേഷം എന്താന്ന് വെച്ചാ എനിക്കിപ്പോ നല്ലോണം വിശക്കുന്നുണ്ട്. ഈ സമയത്ത് അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. ഇനി നീ ബാക്കിയൊന്നും പറയാൻ നിൽക്കണ്ട, തൽക്കാലം എന്തെങ്കിലും കഴിക്കാം. എന്നെ എന്റെ നാട്ടിലേക്ക് എന്നെ പറഞ്ഞു വിട്ടേക്കോ സർ. എനിക്ക് ഈ സ്ഥലത്ത് നിൽക്കണ്ട. ഓ, സമ്മതിച്ചു. അവിടേക്ക് ബസ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ഏതിലെങ്കിലും ഞാൻ കയറ്റി വിടാം. നീ ഒന്നും പേടിക്കണ്ട. വാ, ആദ്യം എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. കഴിച്ചിട്ട് നിന്നെ കയറ്റി വിടാം. നിന്റെ നാടോടെ? കോഴിക്കോടാ? അല്ല, തലശ്ശേരിയുടെ അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്താണ്.